ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന പരീക്ഷകളെല്ലാം പ്രത്യേക ഉദ്ദേശത്തോടെ മാത്രം ആയിരിക്കും. അത് എപ്പോഴും ഒരു ദൈവ പൈതലിൻ്റെ നന്മയ്ക്കും ദൈവമഹത്വത്തിനും ആയിത്തീരുകയും ചെയ്യും. അത് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ജീവസന്ദേശം ബൈബിൾ ക്ലാസ്സിലേക്ക് സ്വാഗതം. വിശ്വാസത്തിൻ്റെ പരിശോധന തീയിൽ ശോധന കഴിക്കുന്ന പൊന്നിനേക്കാൾ വിലയേറിയതാകുന്നു എന്നാണ് വിശുദ്ധ പത്രോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്തുയേശുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നാം അതിൻ്റെ വില തിരിച്ചറിയുവാൻ പോവുകയാണ്. കാണാതെ അവനെ സ്നേഹിക്കുവാനും വിശ്വസിക്കുവാനും കഴിയുന്നത് ഭാഗ്യമേറിയ ഒരവസ്ഥയാകും. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യം. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചതിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. എന്തിനാണ് ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത്? അതൊരിക്കലും അബ്രഹാമിനെ പരാജയപ്പെടുത്തുവാനോ കഷ്ടപ്പെടുത്തുവാനോ ആയിരുന്നില്ല. നമ്മുടെ ഈ വാഹനങ്ങൾക്കൊക്കെ ക്രാഷ് ടെസ്റ്റ് എന്നൊരു സംഗതി നാം ഇക്കാലങ്ങളിൽ കേൾക്കാറുണ്ട്. ഈ ക്രാഷ് ടെസ്റ്റ് നടത്തുന്നത് കാർ പൊട്ടിച്ചു കളയാനായിട്ടല്ല, മറിച്ച് എത്രത്തോളം ആ വാഹനം സുരക്ഷിതമാണെന്നുറപ്പാക്കി അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാണ്. അബ്രഹാമിൻ്റെ പരീക്ഷ അതുപോലെ ഒരു ക്രാഷ് ടെസ്റ്റ് ആയിരുന്നു. ഇത് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ അബ്രഹാം തൻ്റെ മകൻ ഇസഹാക്കിനെ യാഗം അർപ്പിക്കുന്നതാണ് വിഷയം. ഇസഹാക്കിനെ യാഗപീഠത്തിന്മേൽ യാഗമർപ്പിക്കാൻ ദൈവം അബ്രഹാമിനോട് ആജ്ഞാപിച്ചു. അബ്രഹാമിന് ദൈവം 7-ാമത്തെ പ്രാവശ്യം, അതായത് രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ അവസാനത്തെ പ്രാവശ്യം പ്രത്യക്ഷപ്പെടുന്നതായി നാം ഇവിടെ കാണും. ഇതിനുശേഷം അബ്രഹാമിനോട് ദൈവം ഒന്നും ആജ്ഞാപിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടില്ല. അല്ലെങ്കിൽ ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ച ഏറ്റവും ഒടുവിലത്തെ പരീക്ഷ ഇതായിരുന്നു എന്ന് ചിന്തിക്കാവുന്നതാണ്. ബൈബിളിലെ ഏറ്റവും മഹത്തായ 10 അധ്യായങ്ങൾ പറയാൻ പറഞ്ഞാൽ നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം പറയും എന്നെനിക്കറിയാം. എന്താണ് അതിൻ്റെ പ്രാധാന്യം? മനുഷ്യനെ ബലിയർപ്പിക്കുന്നതിനെക്കുറിച്ച് ആദ്യമായി അഭിപ്രായപ്പെടുന്ന ഒരു അധ്യായം ഇതാണ്. മനുഷ്യബലി പ്രോത്സാഹിപ്പിക്കാനല്ല, മറിച്ച് അത് തെറ്റാണെന്ന് മനുഷ്യന് വെളിപ്പെടുത്തി കൊടുക്കാനാണ് ഈ സംഭവം. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ക്രിസ്തുവിൻ്റെ പാപപരിഹാര മരണത്തിലേക്കുള്ള ഒരു ചൂണ്ടുപലക ഈ അധ്യായത്തിലുണ്ട് എന്നതാണ്. പാപികളെ രക്ഷിക്കുന്നതിനായി ഒരു ജീവിതം ബലിയായി നൽകുവാൻ ദൈവം ആവശ്യപ്പെടുന്നു. മനുഷ്യരിൽ ആരും തന്നെ ആ സ്ഥാനം വഹിക്കുന്നതിന് യോഗ്യരായിട്ടില്ല. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ മാത്രമാണ് ആ പ്രവൃത്തി ചെയ്യാൻ യോഗ്യൻ. ദൈവം തൻ്റെ പുത്രനെ ആദരിച്ചില്ല എന്ന് വിശുദ്ധ പൗലോസ് പറഞ്ഞിരിക്കുന്ന പ്രസ്താവനയുടെ ആഴം ഇവിടെ നാം ഓർക്കേണ്ടതാണ്. മറ്റൊരു വസ്തുത ഇവിടെ പ്രസക്തമാണ്. ദൈവം അബ്രഹാമിൻ്റെ പുത്രനെ ആദരിച്ചു എന്നതാണത്. ഇസഹാക്കിനെ യാഗം കഴിക്കുവാൻ ദൈവം അബ്രഹാമിനെ അനുവദിച്ചില്ല. ഈ അധ്യായം സങ്കീർത്തനം 22-ഉം യെശയ്യാപ്രവചനം 53-ഉം അധ്യായങ്ങളുമായി താരതമ്യപ്പെടുത്താവുന്നതത്രേ. ക്രിസ്തുവിൻ്റെ ക്രൂശിനെ സംബന്ധിക്കുന്ന വലിയ സത്യങ്ങൾ ഈ അധ്യായത്തിൽ കണ്ടപ്പോൾ വാസ്തവത്തിൽ അതെന്നെ വളരെ ചിന്തിപ്പിച്ചു. ഇസഹാക്കിൻ്റെ ജനനത്തിൽ മാത്രമല്ല, ഇസഹാക്കിൻ്റെ യാഗത്തിലും നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തോടുള്ള ആശ്ചര്യകരമായ സാമ്യം ഇതിലുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെടുത്തി യാക്കോബ് തൻ്റെ ലേഖനത്തിൽ ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട്. ബൈബിളിലെ മറ്റ് പല ഭാഗങ്ങളിലെ ആശയത്തോട് പ്രത്യക്ഷത്തിൽ വൈരുദ്ധ്യം തോന്നാവുന്ന ഒരു പ്രസ്താവനയാണ് യാക്കോബിൻ്റെ പ്രസ്താവന. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 21-ാം വാക്യത്തിൽ യാക്കോബ് പറയുന്നു, നമ്മുടെ പിതാവായ അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട്
പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടത്? വിശുദ്ധ പൗലോസ് റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങളിൽ പറയുന്നു, എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്തു പ്രാപിച്ചു എന്ന് പറയണ്ടു. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു എങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതി ഉണ്ട്, ദൈവസന്നിധിയിൽ ഇല്ലതാനും. തിരുവെഴുത്ത് എന്തു പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. ഇതിൽ ആരാണ് ശരി, യാക്കോബോ പൗലോസോ? എൻ്റെ ഉത്തരം അവർ രണ്ടുപേരും ശരിയാണെന്നാണ്. അവർ രണ്ടുപേരും ഒരേ കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, വിശ്വാസം. യാക്കോബ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, അതിൻ്റെ പ്രായോഗിക വശം, അല്ലാതെ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചല്ല യാക്കോബ് പറയുന്നത്. പൗലോസ് സംസാരിക്കുന്നത് ദൈവം മുൻപാകെയുള്ള നീതീകരണമാകുന്നു. അതുകൊണ്ട് അവൻ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായമാണ് ഉദ്ധരിക്കുന്നത്. അന്ന് അബ്രഹാം വിശ്വാസത്താൽ നടക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അക്കാലത്ത് ദൈവം മാത്രമാണ് അവൻ്റെ ഹൃദയം അറിഞ്ഞത്. അബ്രഹാം തന്നിൽ വിശ്വസിച്ചു എന്ന് ദൈവം കണ്ടു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നാം വായിച്ചു, അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന്. അന്ന് ഒരുപക്ഷെ മറ്റുള്ളവർ അബ്രഹാമിനെ നോക്കിയിട്ട് ഇവൻ നീതിമാനാകുന്നുവെന്ന് തോന്നുന്നില്ലല്ലോ എന്ന് പറഞ്ഞു കാണും. എന്നാൽ തൻ്റെ മകനെ ഹോമയാഗം കഴിക്കുവാനായി അബ്രഹാം തയ്യാറായപ്പോൾ അബ്രഹാം തൻ്റെ വിശ്വാസം പ്രവൃത്തികളാൽ വെളിപ്പെടുത്തിയെന്ന് കഠിനഹൃദയരായ ഫെലിസ്ത്യർ പോലും അംഗീകരിച്ചു. യാക്കോബ് പറയുന്നത് അബ്രഹാം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടു എന്നാണ്. എപ്പോഴാണ് അബ്രഹാം നീതീകരിക്കപ്പെട്ടത്? അവൻ ഇസഹാക്കിനെ യാഗമായി അർപ്പിക്കുവാൻ തയ്യാറായപ്പോൾ ആണോ? എന്നാൽ അബ്രഹാം വാസ്തവത്തിൽ ഇസഹാക്കിനെ യാഗം കഴിച്ചോ? ഇല്ല. എന്നാൽ അവൻ അതിന് തയ്യാറായി. ദൈവത്തെ അനുസരിക്കുവാൻ അബ്രഹാം മനസ്സുവെച്ചു എന്ന ഒറ്റ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അബ്രഹാമിന് വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ഉണ്ടായിരുന്നുവെന്ന് യാക്കോബ് പറയുന്നത്. അല്ലെങ്കിൽ ഈ അധ്യായത്തിലെ വിശ്വാസത്താൽ ഉളവാകുന്ന പ്രവൃത്തികളെയാണ് യാക്കോബ് ഊന്നിപ്പറയുന്നത്. പൗലോസ് സംസാരിക്കുമ്പോൾ അബ്രഹാമിൻ്റെ ഹൃദയത്തിലെ വിശ്വാസത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. അത് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ നാം കാണുന്നതാണ്. ഇനി നമുക്ക് 22-ാം അധ്യായത്തിൽ നിന്നും കുറച്ച് കാര്യങ്ങളൊന്ന് ചിന്തിക്കാം. 22-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. പരീക്ഷിക്കുക എന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം തെറ്റിദ്ധരിക്കരുത്. ദൈവം ആരെയും ദോഷങ്ങളാൽ പരീക്ഷിക്കുകയില്ല എന്ന് യാക്കോബ് തൻ്റെ ലേഖനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ദൈവം പരീക്ഷിക്കുന്നു അല്ലെങ്കിൽ പരിശോധിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ വിശ്വാസത്തെ പരിശോധിക്കുന്നു എന്നാണ് അർത്ഥം. ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കുന്നത് കഠിനമായ ഒരു കാര്യം ചെയ്യുവാൻ അവനോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. എന്താണ് ആ കാര്യം? 2-ാം വാക്യം, അപ്പോൾ അവൻ നിൻ്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയാദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്ന് അരുളി ചെയ്തു. ഈ സംഭവം നടക്കുമ്പോൾ ഇസഹാക്കിന് എത്ര വയസ്സുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ഈ അധ്യായം കഴിഞ്ഞ ഉടനെ, അതായത് 23-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് സാറായിക്ക് 127 വയസ്സായിരുന്നു എന്നത്രേ. ഈ കാലഗണനയെ 22-ാം അധ്യായവുമായി തട്ടിച്ചു നോക്കുമ്പോൾ യാഗം കഴിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഇസഹാക്ക് ഒരു ചെറിയ കുട്ടിയല്ലായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇസഹാക്ക് ജനിക്കുമ്പോൾ സാറായിക്ക് 90 വയസ്സായിരുന്നു. 127 വയസ്സായപ്പോൾ അവൾ മരിച്ചു. അതിൻ്റെ അർത്ഥം സാറ മരിക്കുമ്പോൾ ഇസഹാക്കിന് 37 വയസ്സുണ്ടായിരുന്നു എന്നാണല്ലോ. അപ്പോൾ ഈ അധ്യായത്തിൽ ഇസഹാക്കിനെ ബാലൻ എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ അവൻ്റെ 30കളിലാണെന്ന് ചിന്തിക്കുവാൻ നമുക്ക് പ്രയാസമാണ്. എന്നാൽ സത്യം അതാണ്. നിൻ്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട്. അബ്രഹാമിൻ്റെ ഹൃദയത്തിനും ദൈവത്തിനും ഇത് എങ്ങനെ അനുഭവപ്പെടുമെന്നൊന്ന് ശ്രദ്ധിച്ചാലും, ദൈവത്തിൻ്റെ തൃത്വത്തിൽ കർത്താവായ യേശു ഒരു മകൻ്റെ സ്ഥാനമാണ് എടുത്തത്. നിൻ്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതൻ, കർത്താവായ യേശു ക്രിസ്തുവിനെ ഏകജാതനായ പുത്രനായിട്ടാണല്ലോ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല യേശു കർത്താവ് പറഞ്ഞു, പിതാവ് എന്നെ സ്നേഹിക്കുന്നു എന്ന്. ഇസ്ഹാക്കിനെ എവിടെ കൊണ്ടുപോയി യാഗം കഴിക്കാനാണ് ദൈവം ആവശ്യപ്പെട്ടത്? മോറിയാദേശത്ത്.
ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നത് ഇവിടെയാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷം യെരുശലേം ദേവാലയം പണിതത് എന്നത്രേ. യേശു കർത്താവിനെ ക്രൂശിച്ച സ്ഥലവും ഈ കുന്നിൻ ചരിവിലായിരുന്നുവെന്നാണ് കണക്കാക്കുന്നത്. ബൈബിൾ ഭാഷയിൽ പാളയത്തിന് വെളിയിൽ വെച്ചാണല്ലോ കർത്താവായ യേശു ക്രിസ്തു മരിച്ചത്. അബ്രഹാം ഇസഹാക്കിനെ ബലിയർപ്പിച്ച അതേ പർവ്വതത്തിൽ. തുടർന്ന് ദൈവം പറയുകയാണ്, അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക. മോശയിക ന്യായപ്രമാണം വരെ ഹോമയാഗമായിരുന്നു കഴിച്ചിരുന്നത്. തുടർന്ന് പാപയാഗവും അകൃത്യയാഗവും നൽകപ്പെട്ടു. ഇവിടെ ഹോമയാഗം ക്രിസ്തുവിൻ്റെ ആളത്വത്തെയാണ് കാണിക്കുന്നത്. അതായത് അവൻ ആരാകുന്നു എന്ന് വെളിപ്പെടുത്തുന്നു. ഇവിടെ ഒരു മനുഷ്യബലിയുടെ കാര്യമാണ് സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന് മറക്കരുത്. ന്യായമായി ഇവിടെ ഒരു ധാർമ്മിക പ്രശ്നം ഉയർന്നു വരാവുന്നതാണ്. അതായത് മനുഷ്യബലി തെറ്റല്ലേ? അതെ, ധാർമ്മികമായത് തെറ്റാണ്. അഥവാ നിങ്ങൾ അന്ന് അബ്രഹാമിനെ വഴിയിൽ വെച്ച് കണ്ടിരുന്നെങ്കിൽ അവനോട് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്? നിങ്ങൾ ചോദിക്കുന്നു, അബ്രഹാമേ, അങ്ങ് എവിടേക്കാണ് ഈ ധൃതി വെച്ച് പോകുന്നത്? അപ്പോൾ അബ്രഹാമിൻ്റെ മറുപടി, ഈ ഇസഹാക്കിനെ ഹോമയാഗം കഴിക്കാൻ. അബ്രഹാമിൽ നിന്നും അത്തരത്തിലൊരു മറുപടി ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഞെട്ടിത്തിരിഞ്ഞ് നിങ്ങൾ ഉടനെ ചോദിക്കും, ഹോമയാഗമോ? അതും ഇസഹാക്കിനെയോ? അത് തെറ്റാണെന്ന് അങ്ങേക്കറിയില്ലേ? അതിന് അബ്രഹാം ഇങ്ങനെ മറുപടി പറയും, അത് തെറ്റാണെന്ന് എനിക്കറിയാം. ഇവിടെ എനിക്ക് ചുറ്റുമുള്ള ഈ വിജാതീയരായ ആളുകൾ മനുഷ്യരെ ബലിയർപ്പിക്കാറുണ്ട്. എന്നാൽ മനുഷ്യക്കുരുതി തെറ്റാണെന്ന് തന്നെയാണ് ഞാൻ സ്നേഹിക്കുന്ന ജീവനുള്ള ദൈവം എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സംശയം പിന്നെയും വർദ്ധിച്ചു. പിന്നെ നീ എന്തിനാണ് ഇത് ചെയ്യുന്നത്? നീ ഏതോ സ്വപ്നം കണ്ടതാണോ? നീ ഇത് ചെയ്യരുത്. അതിന് അബ്രഹാം നൽകുന്ന മറുപടി ഇപ്രകാരമായിരിക്കും, കുഞ്ഞേ, എനിക്കറിയാവുന്ന ഒരേ ഒരു കാര്യം ഈ പറഞ്ഞതുപോലെ ചെയ്യുവാൻ ദൈവം എന്നോട് കൽപ്പിച്ചു എന്ന് മാത്രമാണ്. എനിക്കും ഇത് മനസ്സിലാകുന്നില്ല. എന്നാൽ 50 വർഷത്തിലധികമായി ഞാൻ അവനോടൊപ്പം നടക്കുകയാണ്. അവൻ്റെ ശബ്ദം തിരിച്ചറിയുവാൻ എനിക്ക് യാതൊരു പ്രയാസവുമില്ല. ഒരിക്കൽ പോലും അവൻ എന്നെ കൈവിടിഞ്ഞിട്ടുമില്ല. മാത്രമല്ല, ഏറ്റവും നല്ലതല്ലാത്ത ഒറ്റ കാര്യവും ചെയ്യുവാൻ അവൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്കിത് മനസ്സിലാകുന്നില്ല. എന്നാൽ ഒരു കാര്യം എനിക്കുറപ്പുണ്ട്, ദൈവത്തെ ഞാൻ അനുസരിച്ചാൽ ദൈവം ഇസഹാക്കിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കും. അവൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അബ്രഹാം ഇസഹാക്കിനെ യാഗത്തിനായി കൊണ്ടുപോകുന്ന ആ രംഗം ഒന്ന് ഭാവനയിൽ കണ്ടു നോക്കൂ. എത്ര വേദനാജനകമായിരുന്നിരിക്കുമല്ലേ? 3-ാം വാക്യം ശ്രദ്ധിച്ചാട്ടെ. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാല്യക്കാരിൽ 2 പേരെയും തൻ്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറിയെടുത്തും കൊണ്ട് പുറപ്പെട്ടു. ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി. അബ്രഹാം ഇസഹാക്കിനെ തന്നോടൊപ്പം കൊണ്ടുപോകുന്നു. അതുമാത്രമല്ല, ഹോമയാഗത്തിനുള്ള വിറകും അവൻ കൂടെ കൊണ്ടുപോകുന്നു. 4-ാം വാക്യത്തിൽ കാണുന്നത്, 3-ാം ദിവസം അബ്രഹാം നോക്കി ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. അവിടെ എത്തുവാൻ അബ്രഹാമിന് 3 ദിവസം യാത്ര ചെയ്യേണ്ടി വന്നു. ഇവിടെ ഒരു കാര്യം ഓർക്കണം, 3-ാം ദിവസമാണ് അബ്രഹാമിന് ഇസഹാക്കിനെ ജീവനോടെ തിരികെ ലഭിച്ചത്. മരണത്തിൽ നിന്നും തിരികെ ലഭിച്ചതുപോലെ ദൈവം അരുളി ചെയ്ത ദിവസം അബ്രഹാമിന് ഇസഹാക്കിനെ കിട്ടി. അതായത് ദൈവം ആദ്യം അവനോട് യാഗത്തെക്കുറിച്ച് അരുളി ചെയ്ത ആ ദിവസം തന്നെ അബ്രഹാമിന് ഇസഹാക്ക് മരിച്ചതിന് തുല്യമായിരുന്നു. അങ്ങനെയാണ് അബ്രഹാം അത് കണ്ടത്. ഇസഹാക്ക് 3-ാം ദിവസം ഉയർക്കപ്പെട്ടു. ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും അത്ഭുതകരമായൊരു നിഴൽ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നില്ലേ? 5-ാം വാക്യത്തിൽ നാം കാണുന്നത്, അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പിൻ, ഞാനും ബാലനും അവിടുത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം എന്ന് പറഞ്ഞു. ഇനിയും രംഗത്ത് അപ്പനും മകനും മാത്രം. അവർ തമ്മിലാണ് ഇടപാട്. ഇനിയും കാൽവറിയിലേക്കൊന്ന് നോക്കൂ. യേശു ക്രൂശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ നട്ടുച്ചയ്ക്ക് ഇരുട്ട് വ്യാപിക്കുന്നു. കട്ട പിടിച്ച ആ കൂരിരുട്ടിൽ വാസ്തവത്തിൽ ദൈവം മനുഷ്യനെ ക്രൂശിങ്കൽ നിന്നും വെളിയിലാക്കുകയായിരുന്നു. ഒരു മനുഷ്യനും പ്രവർത്തിക്കുവാൻ സാധിക്കാത്ത കൂരിരുട്ട്.
ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെയുള്ള 3 മണിക്കൂറുകളിൽ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ യാഗമർപ്പിക്കുന്ന യാഗപീഠമായ കുരിശു മാറി. ആ കുരിശിലെ ഇടപാട് പിതാവും പുത്രനും തമ്മിൽ മാത്രമായി. മനുഷ്യൻ ഇതിലൊന്നും ഒരു പങ്കുമില്ലാതെ വെളിയിൽ. ഇവിടെയും ചിത്രം അതുതന്നെയാണ്. യാഗപീഠത്തിന് മുൻപിൽ അബ്രഹാമും ഇസഹാക്കും മാത്രം. 22-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്തു തൻ്റെ മകനായ ഇസഹാക്കിൻ്റെ ചുമലിൽ വെച്ചു. തീയും കത്തിയും താൻ എടുത്തു. ഇരുവരും ഒന്നിച്ച് നടന്നു. അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറക് തൻ്റെ മകനായ ഇസഹാക്കിൻ്റെ ചുമലിൽ വെച്ചു എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്? ക്രിസ്തു തൻ്റെ ക്രൂശ് സ്വയം ചുമന്നത് നാം കാണുന്നു. തീ ഇവിടെ ന്യായവിധിയെ കാണിക്കുന്നതാണ്. കത്തി ന്യായവിധി നടത്തുന്നതിൻ്റെ പ്രതീകമാണ്. ഹോമയാഗത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 7ഉം 8ഉം വാക്യങ്ങളിൽ കാണുന്നത്, അപ്പോൾ ഇസഹാക്ക് തൻ്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പാ എന്ന് പറഞ്ഞതിന് അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്ന് അവൻ ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിനൊരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ച് നടന്നു. 13-ാം വാക്യത്തിൽ നാം കാണുന്നത് അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ കുടുങ്ങി കിടക്കുന്നതായി കണ്ടു എന്നാണ്. നാം ആ ഭാഗം വായിക്കാൻ പോവുകയാണ്. അബ്രഹാം ആ ആട്ടുകൊറ്റനെ പിടിച്ച് യാഗം കഴിച്ചു എന്ന് നാം അവിടെ കാണുന്നു. എന്നാൽ നാം ഇപ്പോൾ വായിച്ച വാക്യത്തിൽ അബ്രഹാം പറയുന്നത് ദൈവം തനിക്ക് ഹോമയാഗത്തിനൊരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളുമെന്നാണ്. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, അവിടെ നിന്നും ഒരു ആട്ടിൻകുട്ടിയും ഇല്ലായിരുന്നു. അവിടെ ഉണ്ടായിരുന്നത് ഒരു ആട്ടുകൊറ്റൻ മാത്രമായിരുന്നു. അവ തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് ശേഷം യോഹന്നാൻ സ്നാപകൻ യേശുവിനെ പരിചയപ്പെടുത്തി വിളിച്ചറിയിക്കുന്നത് വരെ കുഞ്ഞാടിനെ യാഗമായി നൽകിയിരുന്നില്ല. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത് ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നത്രേ. ദൈവം തനിക്ക് ഹോമയാഗത്തിനൊരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളുമെന്ന് അബ്രഹാം പറയുന്നു. അബ്രഹാം ഇവിടെ ഒരു പ്രവചനം പോലെയാണ് ഇത് സംസാരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അവൻ പറയുന്നത്. ഇനിയും വളരെ ഗൗരവമേറിയ ഒരു രംഗത്തേക്കാണ് നാം വരുന്നത്. ദൈവത്തിൻ്റെ ഉദ്ദേശം തനിക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല എങ്കിലും തൻ്റെ മകനെ യാഗം കഴിക്കുവാൻ അബ്രഹാം ഒരുങ്ങിക്കഴിഞ്ഞു. 9-ാം വാക്യത്തിൽ നാം കാണുന്നത്, ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവർ എത്തി. അബ്രഹാം ഒരു യാഗപീഠം പണിത് വിറകടുക്കി തൻ്റെ മകൻ ഇസഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറകിന്മീതെ കിടത്തി. അബ്രഹാം എങ്ങനെയെങ്കിലും പിടിച്ച് കെട്ടത്തക്കവണ്ണം ഇസഹാക്ക് ഒരു ചെറിയ കുട്ടിയായിരുന്നില്ല എന്നോർക്കണം. അവനൊരു നല്ല യൗവനക്കാരനായിരുന്നു. അവർ തമ്മിൽ ഏതെങ്കിലും വിധത്തിൽ ശാരീരികമായ ഒരു മൽപ്പിടുത്തം നടന്നാൽ ഇസഹാക്ക് ഈ പ്രായം ചെന്ന തൻ്റെ പിതാവിനെ നിഷ്പ്രയാസം കീഴടക്കിയേനെ. എന്നാൽ അനുസരണത്തോടെ ഇസഹാക്ക് വിധേയപ്പെടുന്നു. നൂറ്റാണ്ടുകൾക്ക് ശേഷം ആ കുന്നിൽ ഗത്സമന തോട്ടത്തിൽ ഇതുപോലെ ഒരു വിധേയപ്പെടൽ നടന്നു. എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ക്രൂശിനെ നേരിട്ടത് ഓർക്കുന്നില്ലേ? പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാനാണ് കർത്താവായ യേശുക്രിസ്തു ക്രൂശിങ്കിലേക്ക് ചെന്നത്. ഇവിടെ അതിനോട് എത്ര സാമ്യമുള്ളൊരു ചിത്രമാണ് നമുക്ക് ലഭിക്കുന്നത് അല്ലേ? 10-ാം വാക്യത്തിൽ നാം കാണുന്നത്, പിന്നെ അബ്രഹാം കൈ നീട്ടി തൻ്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. ഈ സമയം നിങ്ങളും ഞാനും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഉച്ചത്തിൽ ഇപ്രകാരം ചോദിക്കുമായിരുന്നു, അബ്രഹാമേ, നിങ്ങൾ അത് ചെയ്യുവാൻ തന്നെയാണോ പോകുന്നത്? അന്ധവിശ്വാസവും അറിവില്ലായ്മയുമാണ് ഇത് ചെയ്യുവാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത്. ഇത് ദൈവം അനുവദിക്കുന്നതായി നിനക്ക് തോന്നുന്നോ? അതിന് മറുപടിയായി അബ്രഹാം വീണ്ടും പറയും, തീർച്ചയായും ഞാനിത് ചെയ്യുവാൻ പോകുകയാണ്. ഇങ്ങനൊരു കാര്യം തെറ്റാകുന്നുവെന്ന് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതൊട്ടെനിക്ക് മനസ്സിലാകുന്നുമില്ല. എന്നാൽ ഞാൻ ദൈവത്തെ അനുസരിക്കുവാനാണ് പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിത് ചെയ്യുവാൻ പോകുകയാണ്. അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി തന്നെയാണ് ഈ പറഞ്ഞത്. ദൈവം അബ്രഹാമിനെ 4 പ്രതിസന്ധികളിലൂടെ കടത്തിക്കൊണ്ടു പോയതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവൻ്റെ ഹൃദയത്തിൽ വലിയ സംഘർഷം ഉണ്ടാക്കിയ 4 സന്ദർഭങ്ങൾ. അവ ഓരോന്നും തൻ്റെ ആത്മാവിന് യഥാർത്ഥ വ്യായാമമായി മാറി.
ഒന്നാമതായി തൻ്റെ എല്ലാ ബന്ധുമിത്രാദികളെയും വിട്ട് കൽദേരയുടെ ഊരിൽ നിന്ന് പുറപ്പെടുവാനുള്ള ദൈവത്തിൻ്റെ നിർദ്ദേശം. അവിടെയുള്ള സകലരെയും വിട്ടുപോകുവാനായിരുന്നു ദൈവകൽപ്പന. അത് അബ്രഹാമിനൊരു യഥാർത്ഥ പരീക്ഷയായിരുന്നു. ആദ്യം അവൻ ദൈവം പറഞ്ഞത് പൂർണ്ണമായി അനുസരിച്ചില്ല, എന്നാൽ ഒടുവിൽ ആ വേർതിരിവ് നടന്നു. രണ്ടാമതായി ഉണ്ടായ പരീക്ഷ ലോത്തുമായുള്ള ബന്ധത്തിലാണ്. അബ്രഹാം ലോത്തിനെ സ്നേഹിച്ചു. അബ്രഹാമിന് അങ്ങനെ സ്നേഹമില്ലായിരുന്നുവെങ്കിൽ താൻ പോയിടത്തെല്ലാം ലോത്തിനെ കൂടെ കൊണ്ടുപോകുകയില്ലായിരുന്നല്ലോ. എന്നാൽ അവർ തമ്മിൽ പിരിയേണ്ട സമയം വന്നു. ലോത്ത് സോദോമിലേക്ക് പോയി. മൂന്നാമതായി തൻ്റെ മകനായ ഇസ്മായേലുമായുള്ള വേർപാടാണ്. ആഗാറിലൂടെ തനിക്ക് ജനിച്ച മകൻ. ദൈവമേ, ഇസ്മായേൽ നിൻ്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി എന്ന് അബ്രഹാം കരഞ്ഞു വിളിച്ചു പറഞ്ഞതാണ്. അവൻ ആ കുട്ടിയെ സ്നേഹിച്ചിരുന്നു. അവനിൽ നിന്നും വേർപിരിയുന്നത് അബ്രഹാമിന് ചിന്തിക്കുവാൻ പോലും കഴിയുമായിരുന്നില്ല. ഒടുവിലായി വലിയ പരീക്ഷ, തൻ്റെ ജീവിതത്തിലെ 4ാമത്തെ വലിയ പരീക്ഷ. ഇസഹാക്കിനെ യാഗം കഴിക്കുവാൻ ദൈവം തന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. എത്ര കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇസഹാക്കിനെ അവർക്ക് ലഭിച്ചത്. അതും തങ്ങളുടെ വാർദ്ധക്യത്തിൽ. ഇസഹാക്കിലൂടെയാണ് തൻ്റെ വംശം നിലനിൽക്കുവാൻ പോകുന്നത് എന്ന് ദൈവം അബ്രഹാമിനോട് പറഞ്ഞതാണ്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെ മാറി മറിയുന്നത് എന്തുകൊണ്ടാണെന്ന് അബ്രഹാമിന് ഒരു പിടിയും കിട്ടുന്നില്ല. ദൈവം ഇസഹാക്കിനെ മരണത്തിൽ നിന്നും ഉയർപ്പിക്കും എന്ന് അബ്രഹാം വിശ്വസിച്ചു. എന്നാൽ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ദൈവം പറഞ്ഞതുപോലെ ഹോമയാഗവുമായി മുൻപോട്ട് പോകുവാനാണ് പ്ലാൻ. തൻ്റെ മകനെ യാഗമായി അർപ്പിച്ചതിനാൽ അബ്രഹാം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടു എന്ന് യാക്കോബ് എഴുതിയിരിക്കുന്ന ആ സത്യം നാം ഇവിടെ കാണുന്നു. എന്നാൽ വാസ്തവത്തിൽ എന്താണ് നടന്നത്? 11-12 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാനിതാ എന്നവൻ പറഞ്ഞു. ബാലൻ്റെ മേൽ കൈവെക്കരുത്, അവനോട് ഒന്നും ചെയ്യരുത്. നിൻ്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായ്ക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു. ഇപ്പോൾ ദൈവത്തിനറിയാം അബ്രഹാം തന്നെ ഭയപ്പെടുന്നുണ്ടെന്ന്. എങ്ങനെയാണ് അവനതറിയാവുന്നത്? അതെ, അബ്രഹാമിൻ്റെ പ്രവൃത്തിയാൽ. നേരത്തെ അവൻ്റെ വിശ്വാസത്താൽ അത് വെളിപ്പെട്ടിരുന്നു. ഇപ്പോൾ പ്രവൃത്തിയാൽ അത് വെളിപ്പെടുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന സുഹൃത്തെ, ദൈവം നിങ്ങളുടെ ഹൃദയം കാണുന്നു. നിങ്ങൾ സത്യസന്ധനാണോ അല്ലയോ എന്ന് ദൈവത്തിനറിയാം. നിങ്ങളുടെ അയൽക്കാർക്കോ സ്നേഹിതർക്കോ അത് കൃത്യമായി അറിയണമെന്നില്ല. അവർക്കത് നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് മാത്രമേ അറിയാൻ സാധിക്കൂ. അതുകൊണ്ടാണ് യാക്കോബ് പറഞ്ഞത്, പ്രവൃത്തികളില്ലാത്ത വിശ്വാസം നിർജീവമാകുന്നു എന്ന്. വിശ്വാസം അതിനൊത്ത പ്രവൃത്തി പുറപ്പെടുവിച്ചേ മതിയാകൂ. ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു. ഞാൻ വിശ്വസിക്കുന്നത് ദൈവം വിളിക്കുന്ന ഏതൊരു വ്യക്തിയെയും, ദൈവം ഉപയോഗിക്കുന്ന ഏതൊരു വ്യക്തിയെയും ദൈവം പരീക്ഷിക്കും എന്നത്രേ. പരീക്ഷ നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മുടെ വിശ്വാസത്തെ ശക്തീകരിക്കുവാനും നമ്മെ വിശ്വാസത്തിൽ നിലനിർത്തുവാനും ദൈവത്തിന് പ്രയോജനമുള്ളവരാക്കി തീർക്കുവാനും അത്രേ. ഇവിടെ അബ്രഹാമിന് ഏറ്റവും വലിയ ഒരു പരീക്ഷ നൽകിയിരിക്കുന്നു. അതിനുശേഷം ദൈവം അവനോട് മറ്റൊന്നും ആവശ്യപ്പെടേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഇനി ഒന്നും തെളിയിക്കേണ്ട ആവശ്യമില്ല. 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്തൊരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ചു, തൻ്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. ക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ള വരവിനെ ചൂണ്ടിക്കാണിക്കുന്ന ഈ ചെറിയ മൃഗത്തെയാണ് പ്രായശ്ചിത്തമായും മറുവിലയായും ഏദൻ തോട്ടം മുതൽ കുരിശ് വരെ നാം കാണുന്നത്. അല്ലാതെ ദൈവം മനുഷ്യബലി അനുവദിക്കുകയല്ല. എന്നാൽ തൻ്റെ പുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവൻ ക്രൂശ് മരണം ഏറ്റെടുത്തു. റോമലേഖനം 8:32 നാം വായിക്കുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അർപ്പിക്കപ്പെട്ട യാഗപീഠമായി ക്രൂശ് മാറി. അത് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈരെ എന്ന് പേരിട്ടു. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും എന്ന് ഇന്ന് വരെയും പറഞ്ഞു വരുന്നു. അബ്രഹാം ആ സ്ഥലത്തിന് പേരിടുന്നു. ആ സ്ഥലത്തിന് അബ്രഹാം യഹോവ ഈരെ എന്നാണ് പേരിട്ടത്. യഹോവ കരുതും, യഹോവ സജ്ജീകരിക്കും എന്നൊക്കെയാണ് അർത്ഥം. അവൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധിയിൽ ദൈവം ഇടപെട്ട് ഇസഹാക്കിന് പകരം യാഗവസ്തുവിനെ നൽകിയ സ്ഥലമാണത്.
ഇതുപോലെ കരുതുന്നവനായ ദൈവത്തെ അനുഭവിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ പ്രിയ സുഹൃത്തെ? എല്ലാ വാതിലുകളും അടഞ്ഞു എന്ന് ചിന്തിച്ച് എന്തു ചെയ്യണമെന്നറിയാതെ നിശ്ചലമായി നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കരുതുന്ന കർത്താവിൻ്റെ സ്വരം. അവൻ നിങ്ങൾക്ക് വേണ്ടി സജ്ജീകരിക്കുന്നവനാണ്. അതെ, യഹോവ ഈരേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിശ്വാസ ജീവിതത്തിൻ്റെ പരിശോധനകളിൽ വെളിപ്പെടുന്ന ദൈവിക കരുതലുകൾ മാധുര്യമേറിയവയാകുന്നു. ദൈവം ഒരുക്കിയ ആ ആട്ടുകൊറ്റനെ യാഗം കഴിച്ച് ഇസഹാക്കുമായി മടങ്ങി വരുന്ന അബ്രഹാമിൻ്റെ സന്തോഷമാണ് ക്രൂശിൻ്റെ ദർശനം പ്രാപിച്ച ഒരു ക്രിസ്തുവിശ്വാസി അനുഭവിക്കേണ്ടത്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവിടുന്ന് തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശിന്മേൽ കയറി. അവിടുത്തെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് തിരുവചനം പറയുന്നു.